Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. If W is equal to x square plus y square minus z square, where x is equal to rho sin phi cos theta, y is equal to rho sin phi sin theta, z is equal to rho cos phi, find dot W by dot rho and dot W by dot theta. Using chain rule. Chain rule ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ട്രീ വരയ്ക്കാം. W-ൽ എത്രയൊക്കെ വേരിയബിൾസ് ഉണ്ട്? X ഉണ്ട്, Y ഉണ്ട്, Z ഉണ്ട്. W containing 3 variables X, Y, Z. ഇനി X-ൽ എത്രയൊക്കെ വേരിയബിൾസ് ഉണ്ട്? X-ൽ റോ ഉണ്ട്, ഫൈ ഉണ്ട്, തീറ്റ. ഈ Y-ൽ ആരൊക്കെ ഉണ്ട്? റോ ഉണ്ട്, ഫൈ ഉണ്ട്, തീറ്റ. Z-ൽ ആരൊക്കെ ഉണ്ട്? Z-ൽ റോ ഉണ്ട്, ഫൈ. ഇങ്ങനെയാണ് ട്രീ വരയ്ക്കുക. ഇനി ട്രീയിൽ നോക്കിയിട്ട് ആദ്യം നമ്മൾ ഡോട്ട് ഡബ്ല്യു ബൈ ഡോ റോ കണ്ടുപിടിക്കാം. ഡോട്ട് ഡബ്ല്യു ബൈ ഡോ റോ. ഡോട്ട് ഡബ്ല്യു ബൈ ഡോ റോ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ട്രീയിൽ നോക്കാം, ഫോർമുല എഴുതാം. ഡോട്ട് ഡബ്ല്യു ബൈ ഡോ എക്സ്. കാരണം W containing 3 variables x, y, z. Therefore, we take the partial derivative. Dot W by dot x into x containing 3 variables. X ന് 3 വേരിയബിൾസ് ഉണ്ട്. അവിടെ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് കൊടുക്കണം. അപ്പോൾ ഡോ x by ഡോ ഡോ x by ഡോ. then പ്ലസ് അടുത്തത് ഡോ w by ഡോ y. നീ ഡോ y by ഡോ ഡോ y by ഡോ പ്ലസ് അടുത്തത് എന്താണ്? ഡോ w by ഡോ z into ഡോ z by ഡോ. അപ്പൊ ഈ 3 എക്സിലും വൈയിലും ഇസഡിലും റോ ഉള്ളതുകൊണ്ട് 3 കേസിൽ അങ്ങനെ എഴുതി വെച്ചു. ഇങ്ങനെ നമ്മൾ ട്രീയിൽ നോക്കി ഫോർമുല എഴുതാം. ഈ ഫോർമുല വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ട്രീ വരച്ചിട്ട് ട്രീയിൽ നോക്കിയിട്ട് വരയ്ക്കണം. അപ്പോൾ ട്രീയില് W containing 3 വേരിയബിൾ x, y, z. അതുകൊണ്ടാണ് ഡോട്ട് w by ഡോ x, ഡോട്ട് w by ഡോ y, ഡോട്ട് w by ഡോ z. x, y, z ല് x ലും റോ ഉണ്ട്, y ലും റോ ഉണ്ട്, z ലും റോ ഉള്ളതുകൊണ്ട് ഡോ x by ഡോ റോ, ഡോ y by ഡോ റോ, ഡോ z by ഡോ. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ഡോട്ട് w by ഡോ x എന്ന് പറഞ്ഞാൽ ഈ w എന്നുള്ള ഫംഗ്ഷനെ x വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x. y സ്ക്വയർ z സ്ക്വയർ കോൺസ്റ്റന്റ് ആണ് ഇൻടു ഡോ x by ഡോ റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ റോ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ sin phi sin theta കോൺസ്റ്റന്റ് ആണ്. sin phi sin theta 1. അപ്പോൾ sin phi sin theta. ഈ ഡോട്ട് w by ഡോ y എന്ത് വരും? 2y into ഡോ y by ഡോ റോ. ഡോ y by ഡോ റോ എന്ന് പറഞ്ഞാൽ നമുക്ക് sin phi sin theta. sin phi sin theta. ഈ ഡോട്ട് w by ഡോ z. ഡോട്ട് w by ഡോ z നമുക്ക് എന്ത് കിട്ടും? ഈ ഇവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -2z into ഡോ z by ഡോ റോ. ഡോ z by ഡോ റോ എന്ന് പറഞ്ഞാൽ എന്താണ്? cos. അപ്പോൾ നമ്മൾ എന്ത് ഡിഫറൻഷിയേഷൻ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? 2 into x ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റോ sin phi cos theta. ഇത് x ന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും into sin phi sin theta plus 2 into y ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റോ sin phi sin theta into sin phi sin theta minus 2 into z ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. z ന് പകരം റോ cos phi into cos phi. ഇത് നോക്കാം അടുത്ത സ്റ്റേജ്. ഇവിടെ sin phi into sin phi. അപ്പോൾ 2 റോ sin സ്ക്വയർ phi എന്ന് വരും. cos theta into sin theta. ബാക്കിയുടെ cos theta sin theta ആണ്. പ്ലസ് ഇവിടെ sin phi into sin phi. അപ്പോൾ sin square phi. 2 റോ sin സ്ക്വയർ phi. sin theta into sin theta എന്ന് പറഞ്ഞാൽ sin square theta. sin square theta. ഇവിടെ റോ sin phi cos theta. ഇവിടെ ഡോ x by ഡോ റോ. ഡോ x by ഡോ റോ എന്ന് പറയുമ്പോൾ sin phi cos theta ഉണ്ട്. ഇവിടെ sin phi cos theta. ഇവിടെ എഴുതിയിട്ടുണ്ട് sin phi cos theta. sin phi cos theta. അതായത് ഡോ x by ഡോ റോ. ഇവിടെ നമ്മൾ
2x into dou w by dou x എന്ന് പറഞ്ഞാൽ 2x ആണ്. x square plus y square z square ഡിഫറൻഷിയേറ്റ് 2x വരും. dou x by dou rho എന്ന് പറഞ്ഞാൽ dou x by dou sin phi cos theta എന്നാണ്. ഞാൻ അവിടെ sin theta എന്ന് എഴുതിയത്, ഇവിടെ cos theta ആണ്. sin phi into cos theta plus 2y into ഇവിടെ നമുക്ക് sin phi sin theta minus 2z into cos 2z into dou z by dou rho. dou z by dou rho എന്ന് പറയുന്നത് എന്താണ്? cos phi minus 2z into cos phi. ഇത് നമ്മൾ 2 into x ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? rho sin phi cos theta. പിന്നെ sin phi cos theta ഉണ്ട്. ഇവിടെ y ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? rho sin phi sin theta. sin phi sin theta minus 2 into z ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? rho cos phi into cos theta. rho cos phi into cos phi. ഇനി ഇവിടെ നോക്കാം 2 into rho sin phi into sin phi sin square phi. പിന്നെ വരുന്നതാണ് cos theta into cos theta cos square theta plus ഇവിടെ രണ്ടാമത്തെ കേസിൽ 2 rho sin phi into sin phi sin square phi into sin square theta minus 2 rho cos square phi. ഇനി നോക്കാം ഇവിടെ 2 rho sin square phi 2 rho sin square phi പുറത്തെടുത്താൽ 2 rho sin square phi into ഇവിടെ cos square theta plus sin square theta അപ്പോൾ 1 ആണ് minus 2 rho cos square phi. ഇനി നമുക്ക് എന്തെടുക്കാം? 2 rho നമ്മൾ ഇവിടുത്തെ minus 2 rho പുറത്തെടുക്കാം. minus 2 പുറത്തെടുത്താൽ cos square phi minus sin square phi. That is equal to minus 2 rho cos square phi minus sin square phi എന്ന് പറഞ്ഞാൽ എന്താണ്? cos 2 phi. cos 2 phi. ആ ഒരു ഫോർമുല ഓർത്തിരിക്കുക. cos 2 phi യുടെ ഫോർമുല cos square phi minus sin square phi. അപ്പോൾ cos square phi minus sin square phi വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് പുറത്തെടുത്തത്? minus 2 rho പുറത്തെടുത്തത്. അപ്പോൾ minus 2 rho പുറത്തെടുത്തപ്പോൾ ആദ്യം cos square phi കിട്ടി, രണ്ടാമത് minus sin square phi കിട്ടി. ഈ cos square phi minus sin square phi ക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? cos 2 phi എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ +1 പഠിച്ചിട്ടുണ്ട് cos 2 theta is equal to എന്താണ്? cos 2 theta cos square theta minus sin square theta minus sin square theta. ആ ഫോർമുല അനുസരിച്ച് cos 2 ഇവിടെ cos square phi minus sin square phi ക്ക് എന്ത് എഴുതാം? cos 2 phi എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് അവസാനം dou w by dou rho ന്റെ ആൻസർ എത്ര കിട്ടണേ? minus 2 rho cos 2 phi എന്ന് നമുക്ക് ആൻസർ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ട്രീ വരച്ചെടുക്കണം. ആ ട്രീയിൽ നോക്കിയിട്ട് വേണം നമ്മൾ ഫോർമുല എഴുതാനായിട്ട്. ട്രീയിൽ നോക്കി ഫോർമുല എഴുതി കഴിഞ്ഞാൽ ഫോർമുല കറക്റ്റ് ആയിട്ട്. അപ്പൊ എവിടെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കേണ്ടത് കൃത്യമായിട്ട് മനസ്സിലാവും. എന്തുകൊണ്ട്? ഒരു വേരിയബിളിൽ ഒന്നിൽ കൂടുതൽ, ഒരു ഫംഗ്ഷൻ ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ അവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കണം. ഇവിടെ ഡബ്ല്യൂയിലും ഒന്നിൽ കൂടുതൽ വേരിയബിൾ ഉണ്ട്, എക്സിലും ഒന്നിൽ കൂടുതൽ വേരിയബിൾ ഉണ്ട്, വൈയിലും ഒന്നിൽ കൂടുതൽ വേരിയബിൾ ഉണ്ട്, ഇസഡിലും ഒന്നിൽ കൂടുതൽ വേരിയബിൾ ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാ കേസും നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നത്. പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ വിൽ ബി 2 rho cos 2 phi. ഇനി ഇതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? dou w by dou theta ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അത് നമ്മൾ ഈ ചെയ്യുമ്പോൾ നോക്കി വേണം ചെയ്യാനായിട്ട്. അടുത്ത് ഫോർമുല ഫസ്റ്റ് എഴുതാം. ഫോർമുല കറക്റ്റ് ആയി കഴിഞ്ഞാൽ അത് ശരിയായി. ഫോർമുല കൃത്യമായിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നിങ്ങളുടെ ശരിയായിട്ട് വരും കേട്ടോ. dou w by dou theta. dou w by dou theta എന്ന് പറഞ്ഞാൽ ഫോർമുല നോക്കാം. ഇവിടെ അത് dou w by dou x. അപ്പോൾ w നെ നമ്മൾ x വെച്ച് പാർഷ്യൽ xലെ 3 വേരിയബിൾ ഉള്ളതുകൊണ്ട് dou w by dou x into dou x by dou theta പ്ലസ് രണ്ടാമത്തെ കേസിൽ dou w by dou y into y ലെ theta ഉണ്ട്. അപ്പോൾ dou y by dou theta. അടുത്ത കേസിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഇസഡിൽ തീറ്റ ഇല്ല. ഇസഡിൽ തീറ്റ ഇല്ലാത്തതുകൊണ്ട് മൂന്നാമത്തെ കേസ് ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. 1ഉം 2ഉം ചെയ്താൽ മതി. എക്സിൽ തീറ്റയുണ്ട്, വൈയിൽ തീറ്റയുണ്ട്, ഇസഡിൽ തീറ്റ ഇല്ലാത്തതുകൊണ്ട് മൂന്നാമത്തെ കേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. dou w by dou x എന്താണ്? 2x ആണ്. dou x by dou theta. dou x by dou theta എന്ന് പറഞ്ഞാൽ എന്താണ്? dou x by dou theta എന്ന് പറഞ്ഞാൽ rho sin phi കോൺസ്റ്റന്റ് ആണ്. cos theta ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ minus sin theta plus
ഡോ ഡബ്ല്യു ബൈ ഡോ വൈ. ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 2y ഇൻറ്റു ഡോ വൈ ബൈ ഡോ തീറ്റ. ഡോ വൈ ബൈ ഡോ തീറ്റ എന്താണ്? റോ സൈൻ ഫൈ ഇൻറ്റു സൈൻ തീറ്റനെ ചെയ്യുമ്പോൾ കോസ്. ഇപ്പൊ നമ്മള് ഫോർമുല എഴുതിയിട്ട് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് 2x എഴുതി, ഡോ എക്സ് ബൈ ഡോ തീറ്റ, എക്സിനെ നമ്മൾ തീറ്റ വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ റോ സൈൻ ഫൈ കോൺസ്റ്റന്റ് ആണ്. കോസ് തീറ്റനെ ഡിഫറൻഷിയേറ്റ് ചെയ്തത് മൈനസ് സൈൻ തീറ്റ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ 2y ആണ്. 2y ഇൻറ്റു ഡോ വൈ ബൈ ഡോ തീറ്റ ചെയ്യുമ്പോൾ റോ സൈൻ ഫൈ കോൺസ്റ്റന്റ് ആണ്. കോസ് സൈൻ തീറ്റയുടെ കോസ് തീറ്റ. ഇനി നമുക്ക് എക്സിന്റെ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു എക്സ് എന്താണ്? റോ സൈൻ ഫൈ cos theta or substitute into rho sin phi into minus sin theta plus y എന്താണ്? 2 into y യുടെ സ്ഥാനത്ത് rho sin phi sin theta into rho sin phi cos theta. ഇത് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ 2 ഇവിടെ റോ സ്ക്വയർ എന്ന് വരും. 2 റോ സ്ക്വയർ sin phi into sin phi sin square phi cos theta into minus sin theta. അടുത്ത നമുക്ക് വരുന്നത് ഇവിടെ into minus, ഇവിടെ മൈനസ് കൊടുക്കാം. -2 റോ സ്ക്വയർ cos theta into sin theta. ഫസ്റ്റ് ടേമില് 2 മൈനസ് കൊടുത്തിട്ട് -2 റോ ഇൻറ്റു റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ്. അടുത്ത കേസിൽ വരുമ്പോൾ 2 റോ സ്ക്വയർ ഇവിടെ സൈൻ ഫൈ എന്നുള്ളത് സൈൻ സ്ക്വയർ ഫൈ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. നോക്കിയേ, ഇത് -2 റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ കോസ് തീറ്റ സൈൻ തീറ്റ, ഇത് +2 റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ സൈൻ തീറ്റ കോസ് തീറ്റ. ഒന്ന് പ്ലസ് ആണ്, ഒന്ന് മൈനസ് ആണ്, ഒന്ന് പ്ലസ് ആണ്. therefore answer will be 0. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റയുടെ ആൻസർ എന്ത് കിട്ടി? നമുക്ക് 0. അങ്ങനെ രണ്ട് പ്രോബ്ലത്തിന്റെയും ആൻസർ കിട്ടി. ഇത് ഈ കഴിഞ്ഞ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയൊരു പ്രോബ്ലം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഇതുപോലെ ഒരു ഫിഗർ വരയ്ക്കണം. ആ ഫിഗറിൽ നോക്കിയിട്ട് വേണം നിങ്ങൾ ഫോർമുല എഴുതാനായിട്ട്. ഫിഗറിൽ നോക്കി ഫോർമുല എഴുതി കഴിഞ്ഞാൽ ഫോർമുല കറക്റ്റ് ആയിരിക്കും. ആ ഫിഗറിൽ നോക്കി നിങ്ങൾ ആ ഫോർമുല എഴുതുക. എവിടെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്? ഒരു ഫംഗ്ഷനിൽ ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കണം. ഇവിടെ നമുക്ക് ഡബ്ല്യൂയിലും ഒന്നിൽ കൂടുതൽ വേരിയബിൾ ഉണ്ട്, എക്സിലും ഉണ്ട്, വൈയിലും ഉണ്ട്, സെഡിലും എല്ലാത്തിലും ഒന്നിൽ കൂടുതൽ വേരിയബിൾ ഉള്ളതുകൊണ്ടാണ് എല്ലാ കേസിലും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉപയോഗിക്കുക. ഇപ്പൊ രണ്ടാമത്തെ കേസ് ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ ചെയ്യുമ്പോഴോ മൂന്നാമത്തെ കേസിൽ തീറ്റ ഇല്ല, അതുകൊണ്ട് ആ ടൈം എഴുതേണ്ട ആവശ്യമില്ല. ഈ രണ്ട് ടൈം മാത്രം മതി. എന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്യാം. അവസാനം എക്സിനും വൈക്കും ഇസഡിനൊക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരും. ഈ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാണ് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.